ഹലോ ഗായ്സ്, സോ AJR വ്ളോഗിൻ്റെ ദുബായ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ ദുബായിലുള്ളത്. പിന്നെ ഇന്നലെ ഇവിടെ വന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു, അതൊക്കെ ഞങ്ങൾ പിന്നെ സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ റൂമിൽ വന്ന് നല്ല ടയർഡായിരുന്നു, സുഖമായിട്ട് കിടന്നു, ഉറങ്ങിയൊന്നും അറിയുകയും ചെയ്തില്ല. അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങി. ഇന്നിപ്പോൾ നേരം വെളുത്ത് സമയം ഇപ്പോൾ ഓൾറെഡി 11:20 അത്രക്കായോ? എന്താ ഞാൻ 11 മണിക്ക് ഇറങ്ങാൻ കുറച്ചുകൂടെ കേട്ടോ. 11 കുട്ടി ഇവിടെ 11:40 37. സോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം. ഇനി ഇറങ്ങാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഞങ്ങൾ ഇന്ന് പോണ കൊടുക്കണം ദുബായ് മോള് പിന്നെ ഗ്ലോബൽ വില്ലേജ്. ഇത് രണ്ടുമാണ് ഇന്ന് ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് താത്തി പോയിക്കാം. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് താമരത്ത് നിൽക്കുകയാണ്. സോ എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ ആ ബട്ടൺ തന്നെ പിടിക്കുക, ഒക്കെ ചെയ്യുക. അവിടെ ഒരാൾ വന്നിട്ട് എന്താ ഞങ്ങളെ ഗൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. First of all, we go to the Dubai Mall and take pictures. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറയാൻ പറ്റുമായിരിക്കും. അതിനാണ് കാര്യം പറ്റുന്നത് എല്ലാവരും. അല്ല, നിങ്ങളെ ഒരു കാര്യം കമന്റ് ചെയ്യാം. ഇതിലിപ്പോ ഞാന്, റംഷാദ്, റയാന്, അനു, സനു, ഞങ്ങൾ 5 ആളുകൾ. ആരാണ് ഗ്ലാമർ? അപ്പൊ ഓക്കെ. അല്ല അനു വേണ്ട. അനു റയാനും ഒഴിവാക്കാം. ഞങ്ങൾ 3 ആള്. അനു റയാനും കുട്ടികളെ കിടത്തിലുണ്ട്. ഞങ്ങൾ 3 ആളിൽ ആരാണ്? അനു ക്ലാസ് ചേർത്തിട്ടുണ്ട്. ഡോറ കാർഡ് എടുത്താ സോ മക്കളെ, ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ദുബായ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫാമിലിയൊക്കെ ബാക്കിലുണ്ട്. ഓക്കെ, ഇന്ന് 23-ാം തീയതി 23-ാം തീയതി ഇവിടെ ഭയങ്കര മഴയാണെന്നൊക്കെയാണ് പ്രവചനം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. നല്ല വെയിലിൻ്റെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് ഈ ബിൽഡിങ്ങിന്, കാരണം ഈ ഭാഗത്ത് തണലുണ്ട് നടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴ ഉണ്ടാവും. നല്ല മഴ എന്ന് പറഞ്ഞിട്ടില്ല, ആവറേജ് മഴകളുണ്ടാവും. പിന്നെ ചില ഏരിയകളിൽ ശക്തമായ മഴ ഉണ്ടാവുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ഏരിയയിലും മഴ ഉള്ളതായിട്ട് അറിവിലില്ല. സമയം 12 മണി കഴിഞ്ഞ്, രാത്രിയൊക്കെ സമയം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇന്നെ പൊങ്കാലിടാൻ ആരും വരണ്ട, ഞാനുള്ള ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ ഈ കന്നഡ പോറുണ്ടോ? ആ ജോക്കർ പോലെ ഉണ്ടോ? ജോക്കർ പോലെ ഉണ്ടോ? അല്ല, ഈ കന്നഡ പോറുണ്ടോ ചോദിച്ചപ്പോൾ ഈ കന്നഡ പോറുണ്ടോ? അതിനെക്കാട്ടി തന്നെ ഇൻ്റെ കന്നഡ. ഓക്കെ, ഇന്റെ കന്നഡ ഇതല്ല കേട്ടോ. റംഷ, ഇന്റെ കന്നഡ അടിക്കടാ. ഞാനേ കന്നഡ ഇല്ലാതാണ് എനിക്ക് ഗ്ലാമർ. പക്ഷെ കന്നഡ ഇല്ലെങ്കിൽ ഇവിടെ കണ്ണൂർക്കാൻ വയ്യ. ഈ വെയിലത്തേക്ക് ഭയങ്കര ഇതാണ് നമ്മളെ ഒറിജിനൽ പെരേര. ഓക്കെ, പക്ഷെ അത് റംഷാദ് കൊടുത്തപ്പോൾ ഞെട്ടതാ, ഭയങ്കര വലിപ്പം. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞു വന്നത്, ദുബായിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത് കേട്ടോ. ഫുൾ ഫ്ലാറ്റുകൾ. നമുക്ക് ചായ കുടിക്കട്ടെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പയ്യെ ദുബായ് മോള്, പിന്നെ മ്യൂസിയം പോകേണ്ടത്. ഗ്ലോബൽ വില്ലേജാണ് ഇന്നത്തെ മെയിൻ ടാർഗറ്റ് കേട്ടോ. കാരണം 28-ാം തീയതി ആകുമ്പോൾ ഗ്ലോബൽ വില്ലേജ് അടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻ നമ്മുടെ ടാർഗറ്റ് ഗ്ലോബൽ വില്ലേജാണ്. അത് ഈവനിങ് 5 o'clock. ഇനിയിപ്പോൾ റിട്ടേൺ ഇല്ല, ഇനി രാത്രി റൂമിൽ റിട്ടേൺ വരുള്ളൂ. ഇവർ നടന്നിട്ട് എത്തുള്ളതാണ്. നമ്മൾ എവിടെ എത്തിയാലും ഇവർക്ക് വേണ്ടി പിന്നെയും കാത്തിക്കേണ്ടി വരും. അല്ലെ, ഏറ്റവും ബാക്കിൽ വരുന്ന ആള് നമ്മളെ മുത്ത് മോൾ. ഇതിപ്പോൾ ആരാ, മിസ്ത്രി കുട്ടിയോ? ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ എന്താണ് ഡ്രൈവിംഗ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും ഭയങ്കര ഫൈന് നന്നായിട്ടിടുമെന്ന് പറഞ്ഞിട്ടു. പക്ഷെ ഭയങ്കര മര്യാദയാണ്. അപ്പോൾ ആൾക്കാർ വരുന്ന കാണുമ്പോൾ പോക്കറ്റ് റോഡ്, മറ്റേ സീപ്പർ ഇത് കൂടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ചെറിയ പോക്കറ്റ് റോഡുകളുണ്ടല്ലോ, സോറി, ചെറിയ പോക്കറ്റ് റോഡ് കൂടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടിക്കാരൊക്കെ നിർത്തി തന്നിട്ട് ഭയങ്കര, ഡ്രൈവർമാരൊക്കെ ഭയങ്കര മര്യാദക്കാരാണ്. പറഞ്ഞോ, എന്താ കാര്യം?
അല്ലെങ്കിൽ സത്താറിന്റെ ചായക്കടയിൽ കയറാം. സ്റ്റാർബക്സ്. ആ സ്റ്റാർബക്സ് അങ്ങനെ എന്നെ മുടിപ്പിക്കാനായിട്ട് നടക്കുകയാണേ. സോ നമ്മൾ ഇന്നലെ ഞങ്ങൾ ഇതേ ഇതിലാണ് പുറത്ത് വന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചു പോയത്. ഇന്നിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അത് ചൂടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കയറി. കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാതെ പൊറാട്ടയും പിന്നെ ചിക്കൻ കറി ചായയും ജ്യൂസൊക്കെ അവക്കാടോ. ഓൾക്ക് അവക്കാടോ എന്താണ് നമ്മളെ അവക്കാടോ ഓൾക്ക് അവക്കാടോ. ബാക്കിയുള്ളവരൊക്കെ ചായ കുടിക്കുമ്പോൾ അവക്കാടോ ഒരു സെപ്പറേറ്റ് കസാല വേണം, സെപ്പറേറ്റ് സ്പൂൺ വേണം, സെപ്പറേറ്റ് ഇത് കുടിച്ചു തരണം. ഇനി എന്താ വേണ്ട മുരളി? മുരളി എന്തെങ്കിലും വേണം? അവർക്ക് പറ്റിയില്ല. പഴം വേണ്ട. പൊറോട്ട അതാണ് അവിടെ അന്നു വേണം. അന്നിതാ പൊറോട്ട തിന്നുണ്ടോ? ഫോർക്കേറ്റാ തിന്നത്. എന്ത് ഫോർക്ക് വേണ്ടേ? വേണ്ട. എൻ്റെ പ്ലേറ്റ് വന്ന് കുത്തി. സൂപ്പർ. അപ്പോൾ മക്കളെ ഞങ്ങൾ മെട്രോയിൽ എത്തി. ഓക്കെ, ഞങ്ങൾ എക്സ്ലേറ്ററിൽ വന്നില്ല, ഞങ്ങൾ ലിഫ്റ്റ് വഴി മെട്രോയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മെട്രോ അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാം. സോ മക്കളെ ഞങ്ങൾ ലിഫ്റ്റിൽ അങ്ങോട്ട് കയറി ഇറങ്ങിയാണ്. ലിഫ്റ്റിൽ ഇറങ്ങി അപ്പോൾ പ്ലാറ്റ്ഫോം മാറി. ഇനിയിപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം അപ്പുറത്തേക്ക് ചാടണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വീണ്ടും മുകളിൽ വന്ന് ആ ലിഫ്റ്റിൽ ഇറങ്ങി. ആ പ്ലാറ്റ്ഫോം 2 എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലിഫ്റ്റിലാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം 2 പോകണം. ഞങ്ങൾ പ്ലാറ്റ്ഫോം 1 പോയി ഇറങ്ങി. അത് സിറ്റി സെൻറ്ററിലേക്ക് പോകണം. ഇതാണ് ഞങ്ങൾക്ക് പോകുന്നത് ദുബായ് മോളാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 2 പോകണം. ഓക്കെ, അങ്ങനെ പിടിക്കണ്ട. നല്ല മറിച്ചിട്ടില്ല यार वो ठीक है, मसला नहीं है. क्या है किस नाम से बोलिए. मेरे पास अभी मैं टिकट डिस्प्ले करता हूँ. आप बशीर. മക്കളെ ഞങ്ങൾ 25ാമത്തെ സ്റ്റേഷന് 25 സ്റ്റേഷനുള്ളത് 25ാമത്തെ സ്റ്റേഷന് ബുർജ് ഖലീഫ ദുബായ് മോള്. അവിടെ വന്നത് ലിഫ്റ്റിൽ ഞങ്ങൾ താഴത്ത് കറങ്ങാം. ഇനി അടുത്തത് ഞങ്ങൾ ദുബായ് മോൾക്കുള്ള പോക്കാണ്. ദുബായ് മോൾക്കുള്ള വഴിയാണ് കേട്ടോ. കണ്ട നല്ല അച്ചടക്കമുള്ള ആൾക്കാരാണ് എല്ലാവരും. ക്യൂ ആയിട്ട് നിൽക്കണണ്ട. ദുബായ് മാൾ. ഇതാ കാണുന്നു ദുബായ് മാൾ. മനസ്സിലായില്ല. ഓക്കെ ശരി. അതിനെടുക്കാണ് നമ്മുടെ പൊഴിഞ്ഞത്. ആ അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ദുബായ് മോളിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണം. അതാണ് ദുബായ് മാൾ. ഓക്കെ, ഞങ്ങൾ കുറേ നടന്നുകൊണ്ട് നടക്കാൻ മാത്രമല്ല നടക്കുക എക്സിലേറ്റർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മാളിൻ്റെ ഉള്ളിലേക്ക് അങ്ങനൊന്നും കാണാൻ നോക്കിയത് കൊടി പോകണേ. ഇവിടെ ഓരോരുത്തരും കണ്ണു നോക്കി കൊണ്ടുകൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കേണ്ടി വരും. വടി പിടിക്കാൻ അല്ല പിന്നെ അതാ.
മര്യാദക്ക് തന്നെ മോൻ തടിച്ചു പൊട്ടിക്കുന്നതാണ്. ഇങ്ങനെ വടിമ തരും വടി കൊടുത്തോളൂ. മക്കളെ കുറച്ചു നേരം ബുദ്ധിമുട്ടിച്ച് 30 രൂപ തരവർക്ക് വേണ്ടി പരാജയം സംഭവിച്ചു. ഓക്കെ, താങ്ക് യു. മക്കളെ ദുബായ് മോളിൽ വന്നാലേ ദുബായ് മോളിൽ വന്നാൽ ഒക്കത്തിന് ഗായ 600 രൂപ, 600 അല്ല 30 രൂപ എന്ന് പറയുമ്പോൾ 700 രൂപ ഈ ഒരു ഐസ്ക്രീമിന്. ഇതാണ് ഇവിടുത്തെ കോലം, മനസ്സിലായില്ലേ? ആളറക്കണേ. മക്കളെ ദുബായ് മോളിൽ വന്നിട്ട് പോനെ ഇരിക്കാൻ പോലൊരു സ്ഥലമല്ല കേട്ടോ. നടന്ന് കുഴങ്ങി. അപ്പോഴാണ് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് മൂത്രയ്ക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയത്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ്, ഇവിടെ കിടന്നുറങ്ങാം. ഒരു സ്ഥലത്ത് പോലും ഇരിക്കാനൊരു സ്ഥലമല്ല. പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഇരിക്കും, അകത്തരൊപ്പം ബില്ലുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് കുഴങ്ങി മൂത്രയ്ക്കാൻ കയറിയപ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ്, അവിടെ കുറച്ച് റെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കമൻറ്റ് ചെയ്യട്ടോ. ഈ സാധനം ഇത് 8 കാലിയാണോ കൊതുകാണോ? അതൊന്ന് കമൻറ്റ് ചെയ്യണം. കാലൊക്കെ ഒന്നും എണ്ണൊന്നും വേണ്ട. അത് കൊതുകാണോ 8 കാലിയാണോ? ചോദ്യം അതാണ്. കമൻറ്റ് ചെയ്തു. ഭൂതം പോയി. കോറിയാണോ? വലിയ മീന്. അയിലപ്പാറ ആ പോണ അയിലപ്പാറ ഉണ്ടോ? സ്രാവുണ്ട്, അയിലപ്പാറ ഉണ്ട്, പറഞ്ഞുണ്ട്. അത് സ്രാവാണത്. ലൈറ്റ് കൂട്ടും. പലതരം കാണിച്ചെടുത്തു സാധനം എടുത്ത ബാഗിന് സാധനം. ഇതിലും അറബികൾ തന്നെ ആയിരിക്കും, പക്ഷെ അത് ഫ്ലാറ്റ് ലൈഫ് അല്ലേ? ഇത് ഇമാറ് ദുബായോ? അത് കുറച്ച് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടത് അത് തന്നെയാണ്. അതായത് എക്സിറ്റ് 37 ഗ്ലോബൽ വില്ലേജ്. ഇതിപ്പോ എത്ര കൊല്ലായി? 10-20 വർഷം. അപ്പൊ ഇവർ ലാസ്റ്റ് ടൈം വന്നപ്പോ ഗ്ലോബൽ വില്ലേജ് ഉണ്ടായിരുന്നില്ല. അങ്ങനല്ല, അത് ഇതൊരു സീസണിലാണ് നടക്കുക. ഇവിടെയാണ് സിറ്റി ലാൻഡ് മാള്. കാക്ക ദുബായിലെ കാക്കാനെ കണ്ടില്ല, വേണ്ടായിരിക്കും കാക്ക. കിട്ടിയാ? കിട്ടി.
ദുബായിലത്തെ റംസാൻ ഈ ടവർ കണ്ടിട്ടുണ്ടോ? ഏത്? ഇത് ഐഫിൽ ടവർ അല്ലേ? എടുക്ക്. ഇതാണ് കാക്കാന്റെ. ഇതാണ് ഗ്ലോബൽ വില്ലേജ്. ഇതാ ഐഫിൽ ടവർ. നമ്മൾ യൂറോപ്പിൽ എത്തി. അതിന്റെ ഉള്ളിൽ കയറി അതന്നെ ബുർജ് ഖലീഫ. നാളെ ഗ്ലോബൽ വില്ലേജിലാക്കിയ ആളാണ്. ഓക്കെ, അപ്പൊ ശരി. കണ്ണട അച്ഛൻ ഇവിടെ കൊടുത്തല്ല കുട്ടിയായിട്ട് പോയാൽ മതി. 13 വയസ്സ് വരെ ഫ്രീ. അവളെ കണ്ട 12 വയസ്സ്. 10 വയസ്സാക്കിയാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ചോദിക്കാം. അവൾക്ക് 10 ആ, ഒരു 10 വയസ്സ്. ഉമ്മാക്ക് വേണമെങ്കിൽ 10 വരെ. ഇതൊരു 13 ആയിട്ടുള്ളൂ എന്ന് പറയാം. ഉമ്മാക്ക് 12 തികഞ്ഞിട്ടില്ലെന്നും പറയാം. ആ, എന്നാ പോവാം. അങ്ങനെ താത്താനെ കയറ്റി വിടണില്ല. നമ്മളെല്ലാരും കയറ്റി, താത്താനെ മാത്രം അവിടെ നിർത്തി. പിടിച്ചു പോലീസ് പിടിച്ചു. എന്നോട് പറഞ്ഞല്ലേ കണ്ണട വരാന്. ആ കണ്ണട ഊരി വെക്കാം, സെൽഫി വിട്ടാലോ. ആ ആ ഞാൻ പറഞ്ഞില്ല, എന്നോട് കണ്ണട ഊരിയപ്പോ സെറ്റാണേ. ജാ കണ്ണടൊക്കെ വെച്ചിങ്ങാണ്ട്. ഇതാണ് ഗ്ലോബൽ വില്ലേജ്. നമ്മൾ ഹൈദരാബാദിൽ ഫിലിം സിറ്റിയിൽ പോയിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെ പല രാജ്യങ്ങളുടെ ഇതൊക്കെ ഈജിപ്തോ ആ മമ്മീസിലൊക്കെ അവരെ കൗണ്ടറാട്ടോ എന്താ ഇതുപോലെ പല രാജ്യങ്ങളുടെയും പിന്നെ ബിംബങ്ങളും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോയി നോക്കാം. വരും. ഇതാണ് നാട്ടിലെ താജ്മഹലാണോ? എവിടെ എഴുതിയിട്ടുണ്ടോ? തന്നെയാണ് താജ്മഹൽ. ഒരു താജ്മഹലിന്റെ നമ്മൾ അവിടുത്തെ താജ്മഹലിന്റെ രൂപത്തിലാണ് നടക്കുന്നത്. പെർഫ്യൂംസിന്റെ കടയാണ്. താജ്മഹലിന്റെ ആ ഒരു ഇതാണ്. ഇവിടെ കാണിക്കും. കുറച്ചും ബാക്കിലേക്ക് പോകും. ഇവൻ ആ എഴുത്തുകളാണ് അറബി എഴുത്തുകൾ കാണാം. നമുക്ക് തോന്നി ആ അറബി എഴുത്തുകൾ. അതിലിപ്പോൾ ഗോൾഡനിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് അവർ ആ പെർഫ്യൂം കടന്റെ ബോർഡാണ്. അത് ഒഴിച്ച ബാക്കി താജ്മഹലിന്റെ കോപ്പി. അതാ പാരീസ്. ആ പാരീസ് ഇവിടെ ഇപ്പം എന്താക്കിക്കുന്നത് 20 രൂപ കടാക്കിക്കുന്നത്. അങ്ങനെ ഓരോന്നും ഇത് കുവൈറ്റ്, ഇത് യമന്, അതിൻ്റെ അപ്പുറത്ത് ഈജിപ്റ്റ് ഉണ്ട്. ഈജിപ്ത് കണ്ടോ? ഇതിൻ്റെ അപ്പുറത്ത് ഈജിപ്ത് ഉണ്ട്. പിന്നെ ഇവിടെ ബഹ്റൈൻ ഉണ്ട്. പിന്നെന്താണ് ഇറാൻ. ഇതവിടെ എല്ലാ രാജ്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഏ ചോപ്പ്? ആ അതാ ആ ചോപ്പ് കണ്ടോ? അത് ഹവാ മഹലാണ്. നമ്മളെ ഇവിടെ എവിടെയാണ്? ആഗ്രയില്. ഇതാ ഫ്ലോട്ടി മാർക്കറ്റ്, തായ്ലൻഡിൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒടുക്കും നമുക്ക് ചിലവാക്കി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ മതി. ഇത് ഇറാനാണ്. നമ്മുടെ ടിപ്പു സുൽത്താൻ ഇറാൻ പോയതുകൊണ്ട് ആർക്കും ടിപ്പു സുൽത്താൻ അല്ല എനിക്കറിയാം. ഇവിടെ ഉണ്ട് ടിപ്പു സുൽത്താൻ വലിയ അപ്പൊ കണ്ടോ? ഇതിപ്പോ ഇറാന്റെ ഒരു ഇതാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കാണിക്കുന്നൊക്കെ ഇറാന്റെ ഷോപ്പുകളാണ്. അപ്പൊ ഇറാന്റെ ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ അവിടെ മേടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ കിടക്കുന്ന ഹവാമഹൽ. അവിടെ ആ ഭാഗത്തുള്ള സ്റ്റോളൊക്കെ നോക്കി ദേശി ഡാബ, ദോശ കടൈ, അങ്ങനത്തെ നമ്മളെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഓരോ രാജ്യത്തെ ഓരോ ബോർഡർ വെക്കുക, എന്നിട്ട് അതിൽ ആ രാജ്യത്ത് കിട്ടുന്ന ഫുഡുകൾ അവിടെ എക്സ്പ്ലോർ ചെയ്യും. ഈ മലപ്പുറം റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനുണ്ടല്ലോ. അപ്പൊ മക്കള് ഈ ഖത്തർ ഇതാ ഈ കാണുന്നതാണ് ഖത്തർ. അപ്പൊ ഖത്തറിനെ കുറിച്ചിട്ട് ഖത്തറിലുള്ള
ഖത്തറിന്റെ മാർക്കറ്റിംഗ് ഇന്ത്യനെ കാണിച്ചില്ലേ? ഇന്ത്യ അപ്പുറത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ അവിടെ ഇന്ത്യൻ്റെ സ്റ്റാളുകളാണ്. ഇത് ഖത്തറിന്റെ സ്റ്റാളുകൾ. മറ്റേ പടത്തിൽ ഇപ്പം പറഞ്ഞില്ലേ ഗ്ലോബലിന്റെ ഇന്ത്യ കുഴിച്ച് എന്നാൽ അമേരിക്ക കിട്ടൂലേ. ഇന്ത്യന് നേരെ ഓപ്പോസിറ്റ് ഖത്തർ ഉണ്ടാവും. ഒറ്റ ഓട്ടോ ഓടിയാൽ മതി. അതെ, ഇന്ത്യന് വേത്ത ഖത്തർ. ഇന്ത്യയിൽ ഒരു പാലട്ടിക്ക ഖത്തർ. ഇതിപ്പോ എപ്പോഴും വരേക്ക് വരില്ലേ? അപ്പൊ മക്കളെ നമുക്ക് ഇന്ത്യൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാലോ. നമ്മളിപ്പോ ദുബായിലുള്ളത്. ഇവിടാണ് ഇന്ത്യ. ഓക്കെ, അപ്പുറത്ത് ആളുകളുണ്ട്. ഫുഡ് നമുക്ക് ഫുഡ് നോക്കാം. ഫുഡിന്റെ ഭാഗം അവിടെ പാനിപൂരി, സേവ്പൂരി, ലസ്സി ഒക്കെ ഉണ്ട് അവിടെ. ഇതും ചപ്പാത്തി, പൊറോട്ട, ഡൽഹി ബെല്ലി. ഇവിടെ ഉണ്ടാവും സൗദി റെപ്രസെന്റ് ചെയ്ത കട. മലയാളി പ്ലെയിൻ ദോശ, നേരോസ്റ്റ്, തന്തൂരി. ഇതാണ് മിനി വേൾഡ്. നമുക്കിനി മിനി വേൾഡിലേക്ക് പോവാം. സംഭവം അവിടെ ഞാൻ പണിക്കാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വൃത്തിയാക്കിയില്ല. 1 2 3 4 5 6 പിന്നെ ഒരു ഫ്ലാറ്റ്. 1 2 3 4 5 6 7 8 9 10 പിന്നെ ഒരു ഫ്ലാറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 പിന്നെ ഒരു ഫ്ലാറ്റ്. അങ്ങനെ നമ്മള് ഉള്ളിലേക്ക് എത്തി. അവിടെ ആകെ ചളി ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോരാണ്. അപ്പൊ നമ്മള് USA വാഷിംഗ്ടൺ. ആഹാ, കണ്ട എന്റെ ബാക്കിൽ കാണുന്നത്. ചോയ്സ് ബേബി. ഓഹോ, ഇത് അളക്കണ്ടാ. ഇവിടെ ഇങ്ങനെ കുറേ കോഫി ഷോപ്പുകളുണ്ട് കേട്ടോ. മിനി കോഫി ഷോപ്പുകളുണ്ട്. ഈജിപ്ത് ഓക്കെ, ഈജിപ്തിൻ്റെ സമ്മാനം. വീഡിയോ എടുക്കാം. വെള്ളം കുടിച്ചോ. എളുപ്പ വഴിയുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചാണ്. ചൈനന്റെ ഉള്ളിൽ കൂടെ നേരെ പോയാൽ ആഫ്രിക്കക്ക് എത്തി. എത്ര എളുപ്പമുണ്ട് ആഫ്രിക്കക്ക് പോകാന്, ഒരു ഐഡിയ ഇല്ല. മണ്ട ലൈറ്റിൻ്റെ അത് കണ്ടോ. ഇപ്പം നമ്മളുള്ളതേ
എവിടെയാണ് ഗ്ലോബൽ വില്ലേജിൽ നടന്ന് നല്ല നടക്കാണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ അതിനടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു, സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. കുട്ടിക്ക് റൈസ് മേടിച്ചു കൊടുത്തു. കുട്ടി ഭക്ഷണം കിട്ടിയിട്ട് കരഞ്ഞു. അപ്പോൾ അതൊക്കെ സോൾവായി. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേജ് മെയിൻ സ്റ്റേജിൻ്റെ അവിടെ 7:30 7:40 പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇരിക്കേണ്ട സ്റ്റേജിൻ്റെ മുന്നിൽ. ഓക്കെ, ബോളിവുഡ് ബോളിവുഡാണ് ഫസ്റ്റ് ഷോ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഒരു ഇരിപ്പിലാണ്. അത്യാവശ്യം ഒരു 1000 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട് എൻ്റെ കാഴ്ചപ്പാട്. 1 2 3 4 5 6 7 8 9. ഞാൻ പറഞ്ഞത് കള്ളല്ല കേട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എണ്ണി നോക്കി. അപ്പോൾ 1000 പേർക്കുള്ള കപ്പാസിറ്റി 1000-ലേറെ ഉണ്ട്. കാരണം ഒരു ട്രോള് 10 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ എത്ര ഡ്രോട്ട് ചെയ്താൽ ഇത് 100-ലേറെ. ഈ ബാക്കിൽ നിന്ന് തന്നെയാണ് 1 2 3 4 5 6 7 8 9 10 100 പേർക്ക് ഇവിടെ തന്നെ ഇരിക്കും ഈ ഒരു കളി. 200 300 400 ആൾക്ക് ഈ ഒറ്റ കളി ഇരിക്കും. ഇതിനൊക്കെ 1 2 3 4 5 6 7 8 9 10 അതായത് 2000 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വെറുതെ ചുമ്മാ ഒരു ലൈൻ എണ്ണി നമുക്ക് മൾട്ടി കൺകൂട്ടിയാൽ പോരെ. അപ്പോൾ 2000-ലേറെ പിന്നെ തിണ്ടുകൾ വേറെ ഉണ്ട്. ബാക്കിൽ തിണ്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ 2000-ലേറെ പേർക്ക് ഒരേ ഇരിപ്പിലിരുന്ന് കാണാൻ പറ്റിയ അത്യാവശ്യം വലിയ മൾട്ടിപ്ലക്സ് പോലത്തെ ഒരു സംഭവം. 5 സ്ക്രീനാണ്, 5 സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ ഒന്ന് കണ്ടിട്ട് 1 2 3 4 അവർ ബോളിവുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ബോളിവുഡ് ഇപ്പുറത്തായി എവിടെ? ആ അതിന് ഡബ്ല്യു വരാണ്ട് ഡി ആണ് പോയത്. DOO അപ്പുറത്ത് ഡബ്ല്യു ഒരു ഐയും വരും. അതാ ഡബ്ല്യു ഇതാ വരുന്നുണ്ട്. ആ ഡബ്ല്യൂൻ്റെ ഒരു വലിപ്പം കണ്ടങ്ങൾ ഒരാളാണ് ഇപ്പോൾ 2 ആളുകൾ അപ്പുറം നിൽക്കുന്നത്. ഒരാളിനേക്കാളും ഹൈറ്റ് ഉണ്ട് ആ ഡബ്ല്യു എന്നല്ല, ടോട്ടൽ എല്ലാ സ്പെല്ലിങ്ങിനും അതുപോലെ തന്നെയാണ്. 1.5 ആളുടെ ഹൈറ്റ്, അതായത് ഒരു 10 അടി ഹൈറ്റിലാണ് ഓരോ സ്പെല്ലിംഗ് ഉള്ളത്. മിനിമം 10 12 അടി ഉണ്ടാവും. ഓക്കെ, സ്ക്രീനാണെങ്കിൽ ഏകദേശം ഒരു 20 അടിൻ്റെ സ്ക്രീനാണൊക്കെ തോന്നുന്നു. അപ്പോൾ ഇത്രയും വലിയ ഇതാണ് അവിടെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ. ഫ്രീ സർവീസ് അല്ലേ. 30 ഇല്ല 25 ദിർഹമാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രി ഫീ. ആ ഫീൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി വരി നമുക്കിനി കുറച്ചും കൂടി നടക്കാം. ഞങ്ങളിപ്പോൾ നടന്ന് എവിടെ എത്തിക്കണ്? അമേരിക്ക വരെ എത്തിയില്ല നമ്മൾ. അത് അപ്പുറത്ത് നോക്കാം, അമേരിക്ക, യൂറോപ്പ്, അമേരിക്ക, റഷ്യ, ആഫ്രിക്ക, ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാമല്ലോ. അങ്ങോട്ടും ഈ സൈഡിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതാ UAE, അവിടെ UAE, പാകിസ്ഥാൻ, അങ്ങോട്ടൊക്കെ പോകാൻ. കെട്ടിപ്പിടിച്ചൊരവ കാട്ടാ, സ്വത്ത് കെട്ടിപ്പിടിച്ചൊരവ കാട്ടാ, കെട്ടിപ്പിടിച്ചൊരവ കാട്ട്. അതിലൊന്നുമില്ല, കെട്ടിപ്പിടിച്ചൊരവ കാട്ട്. കെട്ടിപ്പിടിച്ചൊരവ കാട്ടപ്പാക്ക്. കെട്ടിപ്പിടിക്ക്. ഓവോ 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 നോ. നോക്കണേ. അനു സോ മക്കളെ, ഞങ്ങൾ ടയർഡായിട്ടോ. ടയർഡ് ഓക്കെ, നടന്നിട്ട് ഇപ്പം നമ്മൾ തുർക്കിയൊക്കെ ആണോ. തുർക്കി ഫുള്ള് ഫുഡ് കോർട്ടാണ്. ഓക്കെ, തുർക്കിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണത് ഇഷ്ടമാണ്. വാ $150 ഒരു മോതിരത്തിന്
പുറത്തുനിന്ന് 10 മേടിക്കാം. 70 റുപ്യ നമ്മുടെ നാട്ടിൽ നിന്ന്. നിയാംസിൽ 150, അതായത് 3000. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ചെറിയ വ്യത്യാസം, ഒരു 0.5 അതെ. കൂടുതലേ ഉള്ളൂ. നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസ്ഥ കണ്ടില്ല, ഇപ്പൊ ഫുള്ള് ലൈറ്റ് ആട്ടോ. നേരത്തെ വരുമ്പോൾ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ലൈറ്റ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് എൻട്രി എടുത്തത്, അതേ അവിടെ തന്നെയാണ് എക്സിറ്റ്. കാണുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ വെച്ച് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, ടയർഡായി, നല്ലോണം ടയർഡായി. ലോകം മുഴുവൻ കണ്ടു, മനസ്സിലായില്ലേ? ലോകം മുഴുവൻ, ലോകമല്ലല്ലോ, ആ ലോകം തന്നെ അല്ലേ? ആ ലോകം മുഴുവൻ കണ്ടു. ലോകമല്ലേടി? ആ ലോകം മുഴുവൻ കണ്ടു. ലണ്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ലണ്ടനാണെങ്കിൽ ലണ്ടനിൽ പോകണം.